അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ഞാൻ പൊതുവേ വ്ളോഗ് ഇടാറില്ല, പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒരുപാട് ലീവായതല്ലേ, അപ്പോൾ ഈ സൺഡേ വെറുതെ ലീവ് എടുക്കണ്ട എന്ന് വിചാരിച്ചു. വല്ല ഡ്യൂട്ടിക്കും പോണ പോലെയല്ലേ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതാ ഫ്രിഡ്ജ് തുറന്ന് ഞാൻ ഇന്ന് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട്, അതായത് ഇന്നലത്തെ വ്ളോഗാണല്ലോ ഞാൻ ഇന്നിടുക, അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ക്യാഷ് ഫ്രിഡ്ജ് തുറന്നാൽ ഒന്നോ രണ്ടോ ക്യാഷോ ഒക്കെ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ബദാമൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ രാവിലെ അതൊന്ന് ഒരു എനർജിക്ക് വേണ്ടിയിട്ട് എടുത്ത് കഴിച്ചതാണ്. പിന്നെ നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ക്യാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ പാലട ഉണ്ടാക്കിയ നല്ല ഭംഗിയാണ്, ടേസ്റ്റുമാണ് കേട്ടോ. ഇവിടെ ഞാൻ 3 പാക്കറ്റാണ് നമ്മുടെ അട എടുത്തിട്ടുള്ളത്, ഇൻസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതാ പാലും അതുപോലെ 3 പാക്കറ്റ്. അതിൽ ശരിക്ക് 1 ലിറ്റർ ഒരു പാക്കറ്റിന് എന്നൊക്കെ പറയും കേട്ടോ, പക്ഷെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ 1.5 ലിറ്റർ മതി 3 പാക്കറ്റിന്, കറക്റ്റായിരിക്കും. അതിൻ്റെ കൂടെ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഈ ഒരു തിക്കും കളറും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പഞ്ചസാര മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ ഈ ഒരു കളറാകുമ്പോഴത്തേക്കും ഇച്ചിരി വെള്ളം ഒഴിച്ചു. പക്ഷേ എനിക്കിത് മതിയായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നീടും ഇച്ചിരിയും കൂടി ക്യാരമലൈസ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ പാലൊഴിച്ചപ്പോഴാണ് ഞാൻ കളർ ഒട്ടും ഇല്ലാത്ത ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇനി പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ തൈരാക്കാൻ വേണ്ടിയിട്ട് ഉറവൊഴിച്ചതാണ്. നല്ല കട്ട തൈര് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. തൈര് ഞാൻ ഉറവൊഴിക്കുന്നതിൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. എഗ്ഗൊന്ന് കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാനിന്ന് മുട്ടക്കറിയും ഇടിയപ്പവുമാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ പണി തീർക്കണം, കാരണം നമുക്ക് ലുലുവിലൊന്ന് പോകണം. കുറേ ദിവസമായി മീൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും, ഞാൻ അതിലേറെ. അപ്പം മീൻ മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം കേട്ടോ. നമ്മൾ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്, അപ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാം. പാലട ഞാനിവിടെ മിൽമയുടെ പാലട മിക്സാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അട വെന്ത് കിട്ടും. ഞാൻ കുക്കറിൽ ഉണ്ടാക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ലാസ്റ്റ് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പാൽ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വെറും പാൽ മാത്രം കേട്ടോ ഇത്. അതിലോട്ട് അടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇതിൽ 15 മിനിറ്റ് എന്നൊക്കെ പറയണേ, പക്ഷേ അതിൽ കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ സമയം. പിന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഷുഗറൊന്ന് മെൽട്ടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ. പക്ഷേ എത്ര ആക്കിയിട്ടും നമ്മുടെ അട അങ്ങോട്ട് വെന്ത് കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ അതുകൊണ്ടാണ് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത് കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് ആ പ്ലാന് വന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുക്കറിൽ തന്നെ ഈ ഒരു പാലട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം പയറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പായസം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ബട്ടറോ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നെയ്യാണ് കേട്ടോ പൊതുവെ ആഡ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ഏലക്ക ചേർത്തിയെടുക്കണം. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശരിക്കും ലാസ്റ്റാണ് ഒഴിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ആക്കിയിട്ടും എനിക്കൊരു തൃപ്തി വന്നില്ല കേട്ടോ. കാരണം അടയൊന്നും ശരിക്കും വെന്തിട്ടില്ല. ഞാൻ വിചാരിച്ച ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനി ഇങ്ങനെ വെച്ച് തിളപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, കുക്കറിലാക്കിയിട്ട് നോക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ കുക്കറിലാക്കി ഈസി കുക്കിൽ കൊണ്ടുപോയി വെച്ചു. ഇല്ലേ എൻ്റെ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പുറത്ത് ഞാൻ ഏതോ ഒരു റിയാക്ഷൻ ചാനൽ കാണുകയാണ്, അതിലെന്തോ കോമഡി പറഞ്ഞപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ അസുഖമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വേഗം ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സമയം പാലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ വേഗം കുക്കിംഗ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാറ്റർഡേ സൺഡേ പൊതുവേ നമ്മളെല്ലാവരും ഒന്ന് കുറച്ച് വൈകി എണിക്കണ ഒരു ദിവസമായിരിക്കുമല്ലേ. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഇച്ചിരി നേരത്തെ എണിച്ച് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ഡേ നമുക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നും. വേറെ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവും. ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയറും എല്ലാം ചേർത്തി കൊടുത്ത് വെള്ളം ഒഴിക്കാറില്ല. ഞാൻ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എനിക്ക് പൊതുവേ ചില്ലി ഫ്ലെക്സ് ഇട്ട് പയറുപ്പേരിയോടാണ് ഭയങ്കര താല്പര്യമുള്ളത്. അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരട്ടെ.
പിന്നെ നമ്മൾ ഇതാ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ നന്നാക്കി എടുക്കുകയാണ് ഞാനിവിടെ. വലിയുള്ളി, തക്കാളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ പായസം എന്താകുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോഴൊന്നും ഞാൻ കുക്കറിലോട്ട് മാറ്റി വെച്ചിട്ടില്ല. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. കണ്ടില്ലേ ആ അറ്റത്ത്. പിന്നെ പാല് വന്നു, വേഗം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചായ വെക്കണം. സാറ്റർഡേ ക്ലാസ് ഒന്നുമില്ല കേട്ടോ. ഇനി റിഹാൻക്ക് തിങ്കളാഴ്ച തന്നെ ഉള്ളൂ. ഫ്രൈഡേയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നുണ്ട്. അസ്സാം വലൈക്കും, പറഞ്ഞു പോകാൻ പറയൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ചേച്ചി സാമ്പാർ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. ജിനി സൂപ്പർ സാമ്പാർ കണ്ടിട്ട് കൊതിയാവെന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ കുറേ ഹായ് നൈസ് വ്ളോഗ്. ഉപ്പിട്ട് പുഴുങ്ങുക, ചൂടോടെ തൊലി കളയുക. ചൂടോടെ തൊലി കളഞ്ഞിട്ടാണ് തോന്നുന്നത് എനിക്ക് അന്ന് ഒട്ടും കിട്ടാണ്ടിരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തൊലി കളയാറ്. അപ്പോൾ എപ്പോഴും കിട്ടും. ഉപ്പിട്ടും വിനീഗറൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ അന്ന് പുഴുങ്ങിയത്. പക്ഷെ എന്ത് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അന്ന് ശരിക്കും 5 മിനിറ്റ് കൊണ്ട് തൊലി കളഞ്ഞെടുക്കണ നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ, ഞാൻ അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. അത്രയും ടൈം എടുത്തിട്ടുണ്ട്. എനിക്കത് മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജിനി, മുന്നിലെ ഡോർ എപ്പോഴും തുറന്നിടുമോ? കള്ളന്മാർ കയറും, പേടിപ്പിക്കല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും തുറന്നിടടാ, അത് അങ്ങനെ ശീലമായി. ഉപ്പി ഉമ്മി ആരും ഇല്ലെങ്കിൽ ഞാൻ അടച്ചു വയ്ക്കും, അല്ലേ തുറന്നിടും. പിന്നെ പണ്ടൊക്കെ ഉപ്പി ഉമ്മി സിറ്റ് ഔട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇരിക്കാറില്ല. മാക്രോണി എന്തെന്നറിയോ, കുറച്ചൊന്ന് ക്രഷ് ചെയ്യും. അങ്ങനെ മാക്രോണി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് അതിലിടാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ പറഞ്ഞു അത് വേണ്ട, ഇത് തന്നെ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കാമെന്നുള്ള ഒരു ഇതിൽ തന്നെ ഞാൻ അങ്ങനെ ഒരു മൈൻഡായി. നല്ലൊരു പായസത്തിൽ കൊണ്ടുപോയി മാക്രോണി ഇട്ടാൽ, പക്ഷെ മാക്രോണി പായസം നന്നായിരിക്കും ഇത്ര. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ ആ ഗന്ധവിടെ മാക്രോണി കൊണ്ട് പായസം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മുന്നിലെ ഡോറിൻ്റെ കാര്യമില്ലേ, മുന്നിലെ ഡോർ അങ്ങനെ അടച്ചൊന്നും ഇടാറില്ല. കള്ളന്മാരൊന്നും ഇതുവരെ കയറിയിട്ടില്ല, നമ്മുടെ ഭാഗ്യം. അപ്പോൾ എന്തായാലും നമ്മുടെ മുട്ടക്കറിയാണ് കേട്ടോ ഇത്. ഞാൻ ഇത് ഒന്ന് എന്താ പറയുക, മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 നേരത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, രാവിലെയും വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ വലിയുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ വേഗം നമ്മുടെ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ എന്താ പറയുക, കുക്കാക്കി എടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ ഞാൻ ഇതിലത്തെ ഉള്ളിയും തക്കാളിയൊക്കെ അല്ലേ, അത് കോരിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചും കൂടി എടുക്കുന്നുണ്ട്. ഗരം മസാല പെടാണ്ട് കോരിയെടുത്താൽ മതി കേട്ടോ. എഗ്ഗൊക്കെ ഇട്ട ശേഷമാണ്. കാരണം എനിക്കെന്തോ അങ്ങനെ ഉള്ളി ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ ഇത് വെറുതെ വേസ്റ്റ് ആകും, കുട്ടികൾ കഴിക്കില്ല എന്ന് തോന്നി. അപ്പോൾ അത് അതിലോട്ട് മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പിള്ളേരുടെ വയറ്റിലെത്തുമല്ലോ. മറ്റേത് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ മാറ്റി വെച്ചിട്ടാണ് കഴിക്കുക. അങ്ങനെ ഞാൻ അതൊന്നും ആക്കിയിട്ട് ഇതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയിലയൊക്കെ കൊത്തി അരിഞ്ഞതും പിന്നെ ഇതാ തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കറിക്ക് നല്ല തിക്ക് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് അരച്ച് ചേർത്ത്, ഭയങ്കര അരച്ചിട്ടില്ല, ചൂടോടുകൂടി അരക്കരുത് കേട്ടോ, പൊട്ടിത്തെറിക്കുക. പിന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറി റെഡി. എനിക്ക് ഈ ഒരു മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിലും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറികൾ ഇഷ്ടത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം വാഷിങ് കഴിഞ്ഞതൊക്കെ എടുക്കുകയാണ്. നമ്മൾ കുത്തിയൊന്നും നടക്കില്ല കേട്ടോ. വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വാഷ് ചെയ്യണം കേട്ടോ. അത് പറയാൻ കാരണം എനിക്ക് FBയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ലിക്വിഡ് അത്ര കുറച്ച് ഒഴിച്ചാൽ ചളി പോകുമോയെന്ന്. ശരിക്കും പറഞ്ഞാൽ ലിക്വിഡ് ഈ ഒരു മൂടിക്ക് ഫുള്ളാണ് ഒഴിക്കേണ്ടത്. ഞാൻ 1.5 മൂടിയാണ് ഒഴിക്കണത്. ഇതിൽ സ്പീഡിൽ കാണിക്കണോണ്ട് നിങ്ങൾക്കത് അങ്ങനെ തോന്നുകയാണ് കേട്ടോ.
പിന്നെ ഫ്രഷ്നറും അതിൻ്റെ കൂടെ തന്നെ ഒഴിക്കും. പിന്നെ ചളി എന്ന് പറയാൻ അയാൻകുട്ടീൻ്റെ യൂണിഫോമിൽ കുറച്ച് ചളി ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ള ആരുടെയും ഡ്രസ്സിൽ ചളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളൊക്കെ വലുതായില്ലേ, എന്ത് ചളിയാക്കാനാണ് ഇനി. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആരുടെയും ഡ്രസ്സിൽ ചളി പറയുന്ന സാധനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും കല്യാണമുണ്ടോ, ബ്ലൗസ് അടിക്കാൻ കൊടുത്തു എന്ന് കേട്ടപ്പോൾ ചോദിച്ചതാ. അല്ല, ഓണത്തിന് സാരി എടുക്കാനാണ്. ജിനി ഉപ്പിട്ട് പുഴുങ്ങുക. ഓക്കെ, എല്ലാവരും ഒരേ കളർ ഡ്രസ്സ്. എപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഏതിലാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഇടിയപ്പ പൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഉപ്പിട്ടിട്ട് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇടിയപ്പം കുറേ ആയിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട്. എനിക്ക് ഇഡലി ദോശ കഴിഞ്ഞാൽ പിന്നെ പുട്ട് ഇടിയപ്പം, ഇതാണ് ഏറ്റവും സിമ്പിൾ. പിന്നെ ചപ്പാത്തി പിന്നെ അറിയാലോ ഭയങ്കര സിമ്പിളാണെന്നുള്ളത്. സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ് അല്ലേ, ജാവൻ്റെ പറയണ പോലെ. അത് പിന്നെ എപ്പോഴും ഉണ്ടാക്കി അത് ശീലമായി, എനിക്ക് പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. പിന്നെ ഇടിയപ്പം നമ്മൾ എപ്പോഴും നല്ല ചൂടുള്ള മാവിനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ, പീച്ചെടുക്കണം, എന്നാലേ നമുക്കിത് നല്ല പോലെ കിട്ടുള്ളൂ. പിന്നെ മാവ് നന്നായിട്ട് ഇതാക്കിയും കൂടി എടുക്കുക, മിക്സ് ചെയ്തും കൂടി എടുക്കുക. പിന്നെ ഈ കയ്യിൽ മാവ് ഉണ്ടെങ്കിൽ പിന്നെ വഴുക്കി പോകും. അതുകൊണ്ട് കൈയും കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ട് നമുക്കിത് പീച്ചാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഇത് പീച്ചെടുക്കുകയാണ്. കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ടുള്ള ഇതിലാണ് കേട്ടോ പീച്ചെടുക്കുന്നത്. നല്ല നെയ്സ് നൂലാണ് കേട്ടോ. ഇത് വാങ്ങിച്ച പിന്നെ ഈ തിരിച്ചിറക്കണത് വാങ്ങിച്ച പിന്നെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കഷ്ടപ്പെടും. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനും ഉള്ളൊരു ഇതുണ്ടാവും. നമുക്ക് കുറച്ച് ഈസി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ഈസി കുക്കിൽ തന്നെയാണ് ഇതും കുക്ക് ചെയ്തെടുത്തത്. കാരണം ഇന്ന് പായസം വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ഒരുപാട് ഗ്യാസ് അതിൽ തന്നെ പോയില്ലേ എന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടിയപ്പവും പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ചൂടാക്കേണ്ടതും ഒക്കെ ഒന്ന് ഈസി കുക്കിലാണ് കേട്ടോ ചെയ്തെടുത്തത്. അങ്ങനെ ഇടിയപ്പമൊക്കെ ഇതാ വേഗം എടുത്തിട്ടുണ്ട്. അതിൻകുട്ടി രാവിലെ തന്നെ ഡാൻസ് പ്രാക്ടീസിന് പോയിട്ടുണ്ട്. അവൻ്റെ ട്യൂഷൻ സെൻറ്ററിലേ ഓണത്തിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് ഡാൻസൊക്കെ ഉണ്ട് ഇത്ര. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തടി വെച്ചത് കാരണം നിങ്ങൾ ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇക്ക തടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾ ഡയറ്റിങ് തുടങ്ങിയേക്കുവാണ്. രാവിലെ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അത് മൂപ്പര് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. അങ്ങനെ എല്ലാം റെഡിയാക്കി എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. ഇത് നമ്മൾ വാങ്ങിച്ച മാങ്ങ കൊണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. മാങ്ങ, പച്ചമുളക്, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി ശർക്കര വെള്ളം കൂടി ഒഴിക്കുക. ഞാൻ ശർക്കര മെൽട്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അതിൽ ഇച്ചിരി തൈരും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ സെറ്റാക്കി എടുത്തേക്കുന്നത്. ഞാൻ ഒഴിച്ചു കൂട്ടാൻ്റെ രീതിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയേക്കുന്നത്. മാങ്ങയുടെ അണ്ടി ഇട്ടിട്ടുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ താളിപ്പായിട്ട് കറിവേപ്പില, കടുക്, ചില്ലി ഫ്ലെക്സ്, വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മൾ ലുലുവിൽ പോകാൻ വേണ്ടി റെഡിയായി. ഇനി പോയി വന്ന ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ കേട്ടോ. മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനും മസാലയൊക്കെ റെഡിയാക്കണം. ഇക്കാകയാണെങ്കിൽ കമ്പനിക്ക് വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഞാനില്ല എന്നൊക്കെ പറഞ്ഞു, കാരണം ഇനിയിപ്പോൾ പോയി വന്നിട്ട് വീണ്ടും കിച്ചണിൽ കയറണമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും മൂപ്പര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ പോയി. ഇനി ലുലുവിലെത്തി പോയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ മുതലാക്കണം, അത് പിന്നെ അങ്ങനെ. അപ്പോൾ ലുലുവിലെത്തി. ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം നല്ല ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മളൊരു 11 മണിയൊക്കെ ആയിട്ട് അവിടെ 11:15 ആയി ഇവിടെ എത്തുമ്പോഴത്തേക്ക്. അങ്ങനെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വെച്ചു. വാഷ് ചെയ്യാൻ പറഞ്ഞു. കുളിച്ച് കുട്ടപ്പനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ഫിഷ് വാങ്ങിക്കാൻ തന്നെയാണ് പോയത്. മഹി എടുത്തിട്ടുണ്ടായിരുന്നു, 3.5 കിലോ ആയിരുന്നു അത്. അപ്പോൾ അതൊരൊറ്റ ഫിഷ് എടുത്തു. പിന്നെ നമ്മൾ പ്രോൺസാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് 1 കിലോ അയല എടുത്തു. മത്തിക്കും അയലക്കൊക്കെ ഭയങ്കര വില. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കണ്ടപ്പോൾ ഒരു തോണി നിറച്ച്
നിറച്ചും സാധനങ്ങൾ ഇങ്ങനെ ഒരു ഭാഗം നിറയെ പൂവ്, ഒരു ഭാഗം നിറയെ വെജിറ്റബിളൊക്കെ ആയിട്ട് കേട്ടോ. ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പൂക്കള മത്സരവും ഒക്കെ നടത്തിയതാട്ടോ ഓർമ്മ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ക്ലാസ്സിൽ ഓണത്തിന് മത്സരം ഉണ്ടാവും, ഓരോ ക്ലാസ് വൈസ് ആയിട്ട്. ആരുടെ പൂക്കളാണ് ഏറ്റവും ഭംഗി അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പല ടൈപ്പ് ഓഫ് സ്വീറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ബർഗർ, സാൻഡ്വിച്ച് അടക്കം ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഇതൊരു ബോട്ടിലെടുത്തു, ചെറുത്. ഞാൻ അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടില്ല, ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫിഷൊക്കെ അവർ വെട്ടി തന്നു, ചെമ്മീനൊക്കെ ക്ലീനാക്കി തന്നു, അയലയും എല്ലാതും ക്ലീനാക്കി തന്നു. ഏകദേശം ഒരു 5000-ൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഫിഷ് വാങ്ങിച്ചു കേട്ടോ. കാരണം അത്രയും കൊതിയായിരുന്നു. കുറച്ച് ദിവസം ഫ്രീസറിൽ വെച്ചാലും നമുക്ക് ഫിഷ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഫോണും ഷൂട്ടിങ്ങും ഒക്കെ കാരണം ഞാൻ അങ്ങനെ ലുലുന്ന് വീഡിയോ എടുക്കാറില്ല. ഇന്ന് പിന്നെ അങ്ങ് എടുത്തു. അല്ല പിന്നെ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ മേടിച്ച് പൈസയും കൊടുത്ത് നമുക്ക് അവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായം അല്ലേ? എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രോളിയൊക്കെ ഇറക്കി ഈ ഒരു സെക്ഷനിൽ വന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് റൈസ് കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, പെനി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എനിക്ക് 2 ഫ്ലേവർ വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്ക് കുനാഫയുടെ ഫ്ലേവറാണ് വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ 2ഉം കഴിച്ചു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചീറ്റ് ഡേ തന്നെ ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഓണത്തിനെ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. പിന്നെ ഇന്നങ്ങ് കഴിച്ചു. ഇന്നാണ് ഈ വർക്കൗട്ടിനും പോയില്ല. അങ്ങനെ നമ്മുടെ കാറൊക്കെ സെറ്റാക്കിയിരുന്നു. ഞാൻ കാറിൽ കയറി ഇത് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് കഴിച്ചതുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുനാഫയും പിസ്തയും ചോക്ലേറ്റും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട്. പിന്നെ നെക്സ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല, കോണായിരുന്നു കേട്ടോ. അതിൽ പോപ്കോൺ അതായിരുന്നു. എന്നാലും ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു പോപ്കോൺ, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്തോ സീരിയസ് മാറ്റർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. അതായിരിക്കും മുഖം ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്നത്. മഴ ഇപ്പോൾ പൊട്ടി വീഴുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോന്ന് റോഡൊക്കെ കംപ്ലീറ്റ് പൊളിച്ചിട്ട കാരണേ നമുക്കിപ്പോൾ ഏതിയെ പോകണ്ടേ എന്നുള്ളൊരു അറിവൊന്നും ഉണ്ടാവില്ല. അത്രയും നോക്കിയും കണ്ടൊക്കെ പോകണം കേട്ടോ. ശരിക്കും പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ വീടെത്തി. ഇനിയിപ്പോൾ ആ മീനിലത്തെ ഒരു ബോക്സ് എടുത്ത് എന്തായാലും ഇപ്പം തന്നെ മസാല കൂട്ടി വറുക്കേണ്ടി വരും. കാരണം അതത്രയും ഞാൻ പറഞ്ഞില്ലേ കൊതിയായിട്ടിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ എല്ലാ ഡ്രസ്സും കൂട്ടി കുഴഞ്ഞ് മറിഞ്ഞു. വാഷിംഗ് മെഷീനിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിടുക. പിന്നെ എല്ലാ ഡ്രസ്സുകളും കൂട്ടിക്കൊഴിഞ്ഞ് മറിഞ്ഞൊക്കെ തന്നെ ഉണ്ടാവുക. നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് വാഷ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് കല്ലിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ. അതിപ്പോൾ എല്ലാവർക്കും അറിയില്ലേ, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമ്മുടെ FBയിലാണ് കേട്ടോ അങ്ങനെ കമൻറ്റ് ഇട്ടത്. 37 എപ്പോഴും പൊതുവേ എനിക്ക് നെഗറ്റീവ് മാത്രം നോക്കി കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നസീമ ബീഗം എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ല, പറയട്ടെ, ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് കല്ലിൽ അലക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഷീനിൽ അലക്കുന്നത്. പിന്നെ ഇവിടെ മെഷീനിൽ തന്നെയാണ് പണ്ട് മുതൽ അലക്കിയിരുന്നത്. അതുകൊണ്ട് നമുക്കതൊരു പ്രോബ്ലം ഒന്നും അല്ല, ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെ പ്രോബ്ലം ഇല്ലാത്തിടത്തോളം കാലം അതൊരു പ്രോബ്ലമേ അല്ല. അങ്ങനെ ഇവിടെ ഞാനിതാ ആ ഒരു മുളകില്ലേ, ചീനി മുളക്, അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ മീനും മസാല കൂട്ടി വെച്ചിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇനി വെച്ച് കഴിഞ്ഞാൽ സമയം ഒരുപാട് വൈകുമല്ലോ പറഞ്ഞിട്ടേ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു. 2 ചട്ടിയിലായിട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കയ്പ്പക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഷെഫ് നളൻ്റെ ഒരു വീഡിയോ കണ്ടു എന്നും പറഞ്ഞിട്ട് ആ ടൈപ്പ് കയ്പ്പക്ക വേണം പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും ഞാൻ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ കയ്പ്പക്ക ഫ്രൈ എന്തോ ഒരു അധികപ്പറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വന്നു, രസം വന്നു, സാമ്പാർ വന്നു, പയറുപ്പേരി വന്നു, നല്ല കട്ട തൈര് വന്നു, മുളക് വറുത്തതും വന്നു. ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് ആ മാങ്ങൻ്റെ അണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇടുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് കഴിക്കാൻ. പിന്നെ പയറുപ്പേരി എടുത്തു. ചോറ് കുറച്ചാട്ടോ എടുത്തത്. പൊതുവേ ചോറ് ഇപ്പോൾ അങ്ങനെ കഴിച്ച് ശീലമായി, കൂടുതൽ കഴിക്കണം എന്നുള്ളൊരു ഇതില്ല. പിന്നെ ഫിഷ് ഇതാ ഓരോ ഭാഗത്ത് ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. ഇക്കാക്കുള്ള അവിടെ, ഉമ്മാക്കും ഉപ്പാക്കുള്ളത് അവിടെ, അങ്ങനെ വെച്ചു. കയ്പ്പക്ക ഫ്രൈയും വന്നു. നമ്മുടെ ഫുഡൊക്കെ ഇതാ ഒക്കെ റെഡിയായി. ഇനി ഒരു പപ്പടം വറുത്തതും കൂടി വേണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡ്
അതിനോ എനിക്ക് വിലയൊന്നും ഓർമ്മല്ല. അത്തേ വില കൊടുത്ത് പൈസ കൊടുത്ത്. നമുക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ശരിയായില്ലേ? അവന് ഇതിലത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഐസ് പറഞ്ഞിട്ട് നല്ലോണം അടയ്ക്കണം, അല്ലെ അങ്ങോട്ട് തെറിച്ചാലേ. അങ്ങനെ അടച്ചാലേ ഇത് ഓണാവുള്ളൂ, അല്ലെങ്കിൽ ഓണാവില്ല. കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതുപോലെ നമ്മുടെ FBയും യൂട്യൂബും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.